ഫോർ DSE സെലക്ഷൻസ് ഫ്രം അമേരിക്കൻ ലിറ്ററേച്ചറിലെ മൊഡ്യൂൾ 1-ലുള്ള ഫുൾ തിയറി പോർഷൻസ് ആണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേറ്റീവ് അമേരിക്കൻസ് ആൻഡ് കൊളോണിയലിസം ആണ്. നേറ്റീവ് അമേരിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, അതായത് ട്രൈബൽ പീപ്പിൾ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ അവർക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഓറൽ ട്രഡീഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ മിത്തും ലെജൻസും സ്റ്റോറി ടെല്ലിങ്ങും ആയിരിക്കും. റിട്ടൺ ടെക്സ്റ്റുകൾ നമുക്ക് റെയർ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ റിട്ടൺ ടെക്സ്റ്റ് കാണില്ല, എല്ലാം അവർ ഓറലി ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ കൊളോണിയലിസം വന്നതിന് ശേഷം ഈ നേറ്റീവ് കൾച്ചർ അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഹാബിറ്റൻസിൻ്റെ കൾച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുകയും അതിനെ ഡിസ്പ്ലേസ് ചെയ്യുക, അവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഒരുപാട് നേറ്റീവ് സ്റ്റോറീസിൻ്റെ, അപ്പോൾ ഈ നേറ്റീവ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഈ ട്രൈബൽ സ്റ്റോറീസിൻ്റെ മെയിൻ തീമെന്ന് വെച്ചാൽ നേച്ചറുമായിട്ട് അവർക്കുള്ള കണക്ഷനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഈ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നത്. സോ ഈ കൊളോണിയൽ റൈറ്റിംഗ്സ് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോളനൈസേഷൻ ഇമ്പാക്റ്റ് മൂലം വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഈ നേറ്റീവ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഈ നേറ്റീവ് വർക്ക്സ് ഉണ്ടല്ലോ, അവരെ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ വർക്ക്സിനെ എല്ലാം മിസ് റെപ്രസെൻറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവരെ ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും കൊളോണിയൽ റൈറ്റിംഗ്സ്. അതിപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ് അവർ ബ്രിട്ടീഷുകാർ അന്ന് എഴുതിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫീരിയർ ആയിട്ട് എഴുതത്തുള്ളൂ, ബിക്കോസ് വി വേർ എ കോളനി അണ്ടർ ദ ബ്രിട്ടീഷ്. സോ സെറ്റിലേഴ്സ് എന്ന് വെച്ചാൽ കൊളോണിയൽ സെറ്റിലേഴ്സും നേറ്റീവ് അമേരിക്കൻസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു, ഒരു വലിയൊരു മേജർ തീമായിരുന്നു ലിറ്റററി വർക്ക്സിനകത്തൊക്കെ. പിന്നീട് റൈറ്റേഴ്സ് വന്നിട്ട് അവരെന്ത് ചെയ്തു, നേറ്റീവ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും ട്രഡീഷൻസിനെ കുറിച്ചും ഒക്കെ റിവൈവ് ചെയ്ത് റിക്കവർ ചെയ്ത് ലിറ്ററേച്ചറിനകത്ത് ഒരു സ്പേസ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അപ്പോൾ തീംസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നേച്ചറുമായിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ കണക്ഷൻ, കമ്മ്യൂണിറ്റി ലൈഫ്, അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റൻസ് വരും, കൾച്ചറൽ സർവൈവല്, ലോസ്, LOSS ലോസ്. സോ നേറ്റീവ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അമേരിക്കൻ ഐഡൻറ്റിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഇനി വാട്ട് യു മീൻ ബൈ കൊളോണിയൽ ലിറ്ററേച്ചർ? കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനൈസേഷൻ ഹാപ്പൻ ചെയ്തതിന് ശേഷം അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്ത ലിറ്റററി വർക്ക്സ്. സോ കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1600 to 1700. ഓക്കെ, യൂറോപ്യൻ സെറ്റിലേഴ്സ് അല്ലെങ്കിൽ കോളനൈസ് ചെയ്ത ആളുകളായിരിക്കും കൊളോണിയൽ ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത്. റിലിജിയനെ, സർവൈവലിനെ, ആ പുതിയൊരു ലാൻഡിൽ വന്ന് അവർ കോളനൈസ് ചെയ്യുമല്ലേ, സോ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഡെയിലി സ്ട്രഗിൾസ് ഒക്കെയാണ് അതിനകത്ത് തീമായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു, കുറച്ചും കൂടെ റിലീജിയസ് സ്റ്റൈലായിരുന്നു ഇവരുടേത്. അതായത് ഡയറീസ് ഒക്കെ എഴുതിയിരുന്നു ഇവർ, സെർമൺസ് ഒക്കെ എഴുതിയിരുന്നു, ട്രാവൽ അക്കൗണ്ട്സ് ഒക്കെ ആയിരുന്നു കോമൺ ആയിട്ടുള്ള ജോണേഴ്സ്. റൈറ്റേഴ്സ് ബിലീവ് ചെയ്തെന്ന് വെച്ചാൽ ലിറ്ററേച്ചറിലൂടെ മോറൽ ലെസൺസ് പഠിപ്പിക്കാൻ സാധിക്കണം. ആരെ? ഈ നേറ്റീവ്സിനെയും പഠിപ്പിക്കാൻ സാധിക്കണം, ഇവിടെ വന്ന് താമസിക്കുന്ന കോളനൈസേഴ്സിനും അങ്ങനെ തന്നെയാണ്. സോ അവർ റിലീജിയസ് ടീച്ചിങ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് സിൻ ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇതൊക്കെയായിരുന്നു തീംസ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് എഴുതിയിരുന്ന റൈറ്റേഴ്സ് എല്ലാം എന്തായിരുന്നു എഴുതിയിരുന്നത്? ഫാമിലി, ഫെയ്ത്ത്, മോറൽ ടീച്ചിങ്സ്, മോറൽ ലെസൺസിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി പ്യൂരിറ്റനിസം എന്താണ്? പ്യൂരിറ്റനിസം ആൻഡ് ന്യൂ ഇംഗ്ലണ്ട്. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ള സ്ഥലത്ത് വന്നിരുന്ന, അതായത് റിലീജിയസ് സെറ്റിലേഴ്സ് ആണ്. അതായത് ഭയങ്കര എക്സ്ട്രീമായിട്ട് റിലീജിയനെ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ വളരെയധികം റിലീജിയന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അവർ വന്ന് ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ള സ്ഥലത്ത് വന്ന് സെറ്റിലായി. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ ഡിസിപ്ലിൻ ആയിരുന്നു, ഹാർഡ് വർക്കിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നുവെച്ചാൽ റിലീജിയനും കമ്മ്യൂണിറ്റി റൂൾസിനും മാത്രമായിരുന്നു അവരുടെ ലൈഫ് സെൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ എങ്ങനെയായിരിക്കും? റിലീജിയസ് ആയിരിക്കും, മോറൽ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ഫുൾ നിറഞ്ഞിരുന്നതായിരുന്നു ലിറ്ററേച്ചർ. ആ റൈറ്റേഴ്സൊക്കെ ഫോക്കസ് ചെയ്തിരുന്നത് ഗോഡ്, സാൽവേഷൻ, സിന്ന്, ഇതിനൊക്കെയായിരുന്നു. സെർമൺസ് ആയിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഫോം. അപ്പം പോയട്രിക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫെയ്ത്ത്, ഗോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നേച്ചറിനെയൊക്കെ അവർ ഗോഡിൻ്റെ ക്രിയേഷനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. സോ അമേരിക്കൻ കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു ഈ പ്യൂരിറ്റൻ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇനി ലിറ്ററേച്ചർ ഓഫ് ദ റെവല്യൂഷണറി പീരീഡ്. റെവല്യൂഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ലേറ്റ് 1700s, ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ കോളനൈസേഴ്സിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുമായിരുന്നു അമേരിക്കയ്ക്ക്. അപ്പം ആ ലിറ്ററേച്ചർ കുറച്ചും കൂടി പൊളിറ്റിക്കലാണ്. അപ്പോൾ പാംഫ്ലെറ്റ്സും എസ്സേസും ഒക്കെ ആയിരുന്നു ആ സമയത്ത് എഴുതിക്കൊണ്ടിരുന്നത്. റൈറ്റേഴ്സ് ഫ്രീഡം ആൻഡ് ഡെമോക്രസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതി. അമേരിക്കൻ റെവല്യൂഷനാണ് ലിറ്ററേച്ചറിനെ ഷേപ്പ് ചെയ്തത്. ഓക്കെ, ഇപ്പം അവർ ഡോക്യുമെന്റ്സ് ആണെങ്കിലും സ്പീച്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാം
ഇൻഡിപെൻഡൻസിനെ കുറിച്ചുള്ള ടെക്സ്റ്റുകളായിരുന്നു എല്ലാം. അപ്പോൾ റൈറ്റിങ്സ് ഫുള്ള് കോളനികളെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്, അവർ തമ്മിലുള്ള യൂണിറ്റിയെക്കുറിച്ച്. അതായത് ലിബർട്ടി, ഇക്വാലിറ്റി പോലുള്ളവയായിരുന്നു സെൻട്രൽ തീം എന്ന് പറഞ്ഞിരുന്നത്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ ആൻഡ് നാഷണലിസം. ഇൻഡിപെൻഡൻസിന് ശേഷം റൈറ്റേഴ്സിന് ഒരു യുണീക്ക് അമേരിക്കൻ ഐഡന്റിറ്റി വേണമായിരുന്നു. ബിക്കോസ് ടിൽ ദെൻ എന്തായിരുന്നു ദിയർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വാസ് ഇമ്പോസ്ഡ് അപ്പോൺ ബൈ ദി കോളനൈസേഴ്സ്. സോ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് പീരീഡ് ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു യുണീക്ക് അമേരിക്കൻ ഐഡന്റിറ്റി വേണമെന്ന് ആളുകളെല്ലാം ആവശ്യപ്പെടാൻ തുടങ്ങി, എസ്പെഷ്യലി റൈറ്റേഴ്സ്. അപ്പോൾ ലിറ്ററേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ യൂറോപ്യൻ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി ഒരു പുതിയ സ്റ്റൈലിൽ എഴുതണമെന്ന് ഇവർ വിചാരിച്ചു. അപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ പേട്രിയോട്ടിസത്തിനും നാഷണൽ പ്രൈഡിനും ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഡെമോക്രസിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും എഴുതുന്നത്. സോ റൈറ്റേഴ്സ് അമേരിക്കൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും അവരുടെ ലൈഫിനെ കുറിച്ചും ഒക്കെ എഴുതാൻ തുടങ്ങി. പിന്നെന്താണ് അതിൽ രണ്ട് റൈറ്റേഴ്സ് ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിങ്ടൺ ഇർവിംഗ് എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട്, അമേരിക്കൻ റൈറ്റർ. പിന്നെ ജെയിംസ് ഫെനിമൂർ കൂപ്പർ എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഫോക്ലോറിനും ലോക്കൽ സ്റ്റോറീസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതി ഒരു അമേരിക്കൻ വോയിസ് സെർച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലിറ്റററി വർക്ക്സിലൂടെ ചെയ്തത്. അതുവഴി നാഷണൽ യൂണിറ്റി കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് അമേരിക്കൻ റെനസൻസ്. 1830 തൊട്ട് 1860 വരെയുള്ള കാലഘട്ടത്തിന് അല്ലെങ്കിൽ മിഡ് 19th സെഞ്ചുറി കാലഘട്ടത്തിലാണ് അമേരിക്കൻ റിനസൻസ് വന്നത്. റിനസൻസ് എന്ന് വെച്ചാൽ റീബർത്ത്, പുതിയൊരു തുടക്കം പോലെ. ഈ ഒരു ഏജിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് അമേരിക്കൻ റൈറ്റേഴ്സ് ഒറിജിനൽ ആൻഡ് ഇമാജിനേറ്റീവ് വർക്ക്സ് എഴുതാൻ തുടങ്ങി. നേച്ചറിനും ഇൻഡിവിജ്വൽസിനും മൊറാലിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത്. അങ്ങനെ എഴുതിയിരുന്ന 2-3 റൈറ്റേഴ്സിന്റെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. വോൾട്ട് വിച്ച്മാന്റെ വോൾഡനിൽ നിന്നുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വോൾട്ട് വിച്ച്മാൻ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വോൾട്ട് വിച്ച്മാന്റെ ലീവ്സ് ഓഫ് ഗ്രാസും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഹെൻറി ഡേവിഡ് തോറോയുടെ വോൾഡൻ എന്നുള്ള വർക്ക്, പിന്നെ അതുപോലെ തന്നെ നഥാനിയൽ ഹോത്തോണിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ എന്നൊക്കെയുള്ള വർക്കുകളായിരുന്നു ആ സമയത്ത് പോപ്പുലർ ആയിട്ട് നിന്നത്. അപ്പോൾ ലിറ്ററേച്ചർ കുറച്ചും കൂടെ ഫിലോസഫിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ട് മാറി. റൈറ്റേഴ്സ് സൊസൈറ്റിയെയും റിലിജനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് എഴുതാൻ തുടങ്ങി. അമേരിക്കൻ ലിറ്ററേച്ചർ ഈ ഒരു അമേരിക്കൻ റിനസൻസിന്റെ കാലഘട്ടത്തിലാണ് ഒരു മെച്യൂരിറ്റി കൈവരിച്ചത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ട്രാൻസെൻഡന്റലിസം എന്നാണ് ഇതിനെ പറയുന്നത്. ട്രാൻസെൻഡന്റലിസം അതൊരു ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി മൂവ്മെന്റ് ആണ്. 19th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. അക്കോർഡിംഗ് ടു ട്രാൻസെൻഡന്റലിസം ഇൻഡിവിജ്വൽ ഇൻറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നേച്ചറിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുന്ന ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ്, ഫിലോസഫിക്കൽ മൂവ്മെന്റ് ആണ് ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്നത്. അതായത് ആളുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ട്രൂത്തുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. നേച്ചറിനെ ഒരു സ്പിരിച്വൽ ട്രൂത്ത് ആയിട്ട് കൺസിഡർ ചെയ്തു. റിലീജിയൻ, ബാക്കിയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലഷർ, അതിനെല്ലാം എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റലിസത്തിൽ എമേഴ്സണും തോറോ എന്ന് പറയുന്ന റൈറ്ററാണ്. എമേഴ്സൺ എന്ന് പറയുന്നത് എമേഴ്സന്റെ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞൊരു എസ്സേക്കകത്തൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്, ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. തോറോയുടെ വർക്കാണ് വോൾഡൻ, നമുക്ക് വോൾഡൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്താണ് നേച്ചറും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചൊക്കെയാണ് അവർ രണ്ടുപേരും പറയുന്നത്. അതായത് സെൽഫ് റിലയൻസ്, ഫ്രീഡം പോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, ഇനി ലിറ്റററി റിയലിസം എന്ന് വെച്ചാൽ എന്താണ്? സിവിൽ വാറിന് ശേഷമാണ് ലിറ്റററി റിയലിസം ഡെവലപ്പ് ചെയ്തത്. അതായത് ലേറ്റ് 1800 ഒക്കെ ആയപ്പോൾ എവറിഡേ ലൈഫിനും ഓർഡിനറി പീപ്പിളിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. റിയലിസം എന്ന് പറയുമ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസിനെയൊക്കെ റിജക്റ്റ് ചെയ്തു. സൊസൈറ്റി എങ്ങനെയാണോ അതിനെ ട്രൂ ആയിട്ട് പ്രസന്റ് ചെയ്തു. റൈറ്റേഴ്സ് സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള പോവേർട്ടിയെക്കുറിച്ചും ക്ലാസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താണ് ലോക്കൽ ഡയലോഗ്സ് അല്ലെങ്കിൽ ലോക്കൽ ഡയലക്റ്റുകളിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. ക്യാരക്ടേഴ്സൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ലിറ്ററേച്ചർ കുറച്ചും കൂടി സോഷ്യലി അവെയർ ആയിട്ട് മാറി. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാർക്ക് ട്വെയിനിൻ്റെ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്നത് റിയലിസ്റ്റ് നോവലിന് എക്സാമ്പിളാണ്. അടുത്തത് സിവിൽ വാറും മോഡേണിസവും ആണ്. അപ്പോൾ അമേരിക്കൻ സിവിൽ വാർ ആണ് അമേരിക്കൻ സൊസൈറ്റിയെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അമേരിക്കൻ സിവിൽ വാർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത് 1861 തൊട്ട് 1865 വരെ നടന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും തമ്മിലുള്ള അടി.
എന്നുവെച്ചാൽ ഒരു അമേരിക്കയിലകത്ത് തന്നെ നടക്കുന്ന കാര്യം, അതാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. സിവിൽ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനകത്ത്, ഒരു റീജിയണിനകത്ത് നടക്കുന്ന രണ്ട് യുദ്ധങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളെയാണ് നമ്മൾ സിവിൽ വാർ എന്ന് പറയുന്നത്. നോട്ട് ബിറ്റ്വീൻ ടു കൺട്രീസ്, അല്ലെങ്കിൽ ഒരു കൺട്രിക്കകത്ത് തന്നെയുള്ള നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ആന്തരികമായിട്ടുള്ള യുദ്ധമെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും തമ്മിലുള്ള വഴക്ക് അമേരിക്കയിൽ തന്നെ. അപ്പോൾ ഈ സ്ലേവറി, അതുപോലെ തന്നെ നോർത്തേൺ സ്റ്റേറ്റ്സിനും സദേൺ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെയാണ് ഈ ഒരു സിവിൽ വാർ ഹാപ്പൻ ചെയ്തത്. അത് ഭയങ്കര ബ്ലഡിയസ്റ്റ് വാറായിരുന്നു അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ. പക്ഷേ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റിയെ മാറ്റിമറിച്ചൊരു വാറായിരുന്നു 1861 തൊട്ട് 1865 വരെ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിലുള്ള വഴക്ക്. ഒരു 6,20,000 അല്ലെങ്കിൽ 7,50,000 മരണങ്ങളോളം സംഭവിച്ചു. ഒരുപാട് ബാറ്റിൽസ് ഒക്കെ നടന്നു. അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേവറിയൊക്കെ അബോളിഷ് ചെയ്തു. ഓക്കെ, അപ്പം അതായത് ഈ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുറച്ച് സ്ഥലങ്ങൾ സ്ലേവ് സ്റ്റേറ്റ്സ് ആയിട്ട് നിന്നു, കുറച്ച് സ്ഥലങ്ങൾ ഫ്രീ സ്റ്റേറ്റ്സ് ആയിട്ട് നിന്നു. അപ്പോൾ ഇവർ തമ്മിൽ വഴക്കായി, മൊത്തത്തിൽ സ്ലേവറി അബോളിഷ് ചെയ്യണമെന്നായി. അപ്പോൾ സ്ലേവറി എക്സ്പാൻഡ് ചെയ്യാനും തുടങ്ങി, കുറച്ചും കൂടി വെസ്റ്റേൺ ടെറിട്ടറീസിലോട്ടല്ല. അങ്ങനെ എബ്രഹാം ലിങ്കൺ 1860 ഇലക്റ്റഡ് ആയി. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ആൻറ്റി സ്ലേവറിക്ക് വേണ്ടി പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സ്ലേവറിക്കൊക്കെ എതിരെയായിട്ട് ഇങ്ങനെ വാറും ഇതും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പൻ ചെയ്തു. അപ്പോൾ സിവിൽ വാർ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഡെമോക്രസിയെ റീഡിഫൈൻ ചെയ്തൊരു കാര്യമാണ്. സ്ലേവറിക്കെതിരെ അല്ലെങ്കിൽ സ്ലേവറി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എൻഡ് ചെയ്തത് എന്താണ്, സിവിൽ വാറാണ്. ഓക്കെ, അപ്പോൾ അതാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ സിവിൽ വാറാണ് അമേരിക്കൻ സൊസൈറ്റിയെ നല്ല രീതിയിൽ അടിമുടി മാറ്റിയത്. ലിറ്ററേച്ചറിനകത്ത് നമുക്ക് ഈ ഒരു ട്രോമ അല്ലെങ്കിൽ പെയിൻ ആൻഡ് ചേഞ്ച് കാണാൻ സാധിക്കും. അപ്പോൾ മോഡേണിസം ഇതിന് ശേഷം 20th സെഞ്ച്വറിയിലാണ് എമേർജ് ചെയ്തത്. അപ്പോൾ റൈറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ സ്റ്റൈലിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. അതായത് ഒരു കൺഫ്യൂഷൻ, ലോൺലിനെസ് ഇതൊക്കെ വെച്ചിട്ട് തീമായിട്ട് എഴുതാൻ തുടങ്ങി. ട്രഡീഷണൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡേണിസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് T.S. Eliotന്റെ ദ വേസ്റ്റ് ലാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റേഴ്സ് റിയാലിറ്റി ഐഡൻറ്റിറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെന്താണ്, ഒരു ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷണൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലൊക്കെ മാറി പുതിയ രീതിയിലുള്ള ടെക്നിക്കുകൾ വെച്ചിട്ടൊക്കെ എഴുതാൻ തുടങ്ങി. ഇനി എന്താണ് ജാസ് ഏജും ഹാർലം റെനസൻസും? ജാസ് ഏജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ടൈം ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് ചേഞ്ച്. നമ്മൾ ജാസ് ഏജും ഹാർലം റെനസൻസും നമ്മൾ കണക്ട് ചെയ്ത് വേണം നമ്മൾ നോക്കി പഠിക്കാൻ. അതായത് ജാസ് ഏജും ഹാർലം റെനസൻസ് എന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്. ഈ ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് ഇവരൊക്കെ എന്തോ ചെയ്തു, ഇവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്ന രണ്ട് മൂവ്മെൻറ്റ്സ് ആണ് ജാസ് ഏജ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹാർലം റെനസൻസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റും. ഇപ്പം 1920s ഒക്കെ ആയപ്പോഴത്തേക്ക് ജാസ് മ്യൂസിക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അതായത് ഒരു പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം, പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിനായിരുന്നു ഇത് ഹാപ്പൻ ചെയ്തത്. അപ്പോൾ എന്തുമായിരുന്നു ഇത്, ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പം അതായത് ഒരു യൂത്ത് കൾച്ചറൊക്കെ റൈസ് ചെയ്തു, നൈറ്റ് ലൈഫൊക്കെ വരാൻ തുടങ്ങി. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക്കൽ ട്രഡീഷനിൽ നിന്നാണ് ജാസ് എമർജ് ചെയ്തത്. ഓക്കെ, അത് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, മൈഗ്രേഷനിലൂടെ, ആളുകൾ മൈഗ്രേറ്റ് ചെയ്തതിലൂടെ, റേഡിയോ ബ്രോഡ്കാസ്റ്റിലൂടെയൊക്കെ ഒരു പോപ്പുലർ മ്യൂസിക് ലാൻഡ്സ്കേപ്പായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഈ ജാസ് ഏജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റാപ്പിഡായിട്ട് അർബനൈസേഷനും നൈറ്റ് ലൈഫും ഒക്കെ വരാൻ തുടങ്ങി. യങ് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ ഫാഷൻ, ഡാൻസ് ആൻഡ് സെക്ഷുവാലിറ്റിയെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ റൈറ്റേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതേ സംഭവങ്ങൾ വർക്കിനകത്തും അവരുടെ റൈറ്റിങ്സിനകത്തും കൊണ്ടുവന്നു. അതാണ് ജാസ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാസ് ഏജിൻ്റെ സമയത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി, ലിറ്ററേച്ചറും കൾച്ചറും ഒക്കെ മാറി. അങ്ങനെയാണ് ഹാർലം റിനസൻസ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത്. ഹാർലം റിനസൻസ് എന്ന് വെച്ചാൽ ഈ അമേരിക്കയിലുള്ള ആഫ്രിക്കൻ അമേരിക്കൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ പീപ്പിൾ അവരുടെ ആ ഒരു കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ലിറ്ററേച്ചറിലും ആർട്ടിലും മ്യൂസിക്കിലും എല്ലാ ഫീൽഡിലും ഒരു മാറ്റം കൊണ്ടുവരിക. അതാണ് ഹാർലം റിനസൻസ്. അതൊരു ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. 1918 ഹാർലം എന്നുള്ള സ്ഥലത്ത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് ഹാപ്പൻ ചെയ്തത്. അതായത് ബ്ലാക്ക് ഐഡൻറ്റിറ്റിയെ ഒന്ന് റീഷേപ്പ് ചെയ്ത് കൊണ്ടുവരിക, അവർക്ക് പൊളിറ്റിക്സിലും കൾച്ചറിലും ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും എല്ലാം ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇതാണ് ഹാർലം റിനസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർലം റിനസൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഐഡൻറ്റിറ്റിയാണ്. റൈറ്റേഴ്സ് എല്ലാം ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് ഹാർലം റിനസൻസിൻ്റെ സമയത്ത്
ലാങ്സ്റ്റൺ ഹ്യൂസ് ആയിരുന്നു. അദ്ദേഹം ബ്ലാക്ക് ലൈഫിനെ കുറിച്ചും അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചും എഴുതാൻ തുടങ്ങി. റേസ്, ഐഡന്റിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ തീമായിട്ട് വരാൻ തുടങ്ങി. നെക്സ്റ്റ് ഇസ് ഗ്രേറ്റ് ഡിപ്രഷൻ ആൻഡ് ലിറ്ററേച്ചർ. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 1929 അല്ലെങ്കിൽ 1930s അമേരിക്കയിൽ എന്തോ സംഭവിച്ചു, വളരെ സിവിയർ ആയിട്ട് ഒരു എക്കണോമിക് ഡൗൺ ടേൺ ഹാപ്പൻ ചെയ്തു. അപ്പോൾ അത് 20th സെഞ്ച്വറിയിലോട്ടും എന്ത് ചെയ്തു, വൈഡ് സ്പ്രെഡ് ആയിട്ട് മാറി. അത് എക്കോണമിയെയും പൊളിറ്റിക്സിനെയും സൊസൈറ്റീസിനെയും ഒക്കെ നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷായി, അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര മാസമായിട്ട് വന്നു. അങ്ങനെ ഇൻഡസ്ട്രീസ് എല്ലാം അടച്ചുപൂട്ടാൻ തുടങ്ങി. ട്രേഡ് ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ഓക്കെ, അതായത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് ഒക്കെ 25% ഒക്കെ കൂടാൻ തുടങ്ങി. ആ ഒരു രാജ്യത്തിൻ്റെ GDP ഒക്കെ നല്ല രീതിയിൽ ഡിക്ലൈൻ ആവാനും തുടങ്ങി. അപ്പോൾ ഈ ഡിപ്രഷൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 1929 നമ്മുടെ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് സ്റ്റോക്ക് പ്രൈസസിൻ്റെ കൊളാപ്സോട് കൂടിയാണ് എന്ത് സംഭവിച്ചത്, ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ അൺഈക്വൽ ആയിട്ടുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, അതായത് റിച്ച് ആയിട്ടുള്ളവർ റിച്ച് ആയിട്ട് തന്നെ ഇരുന്നു, പുവർ ആയിട്ടുള്ളവർ പുവറായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അൺഈക്വൽ ആയിട്ടുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് ഇതിന് കാരണമായത്. ബാങ്ക് ഒക്കെ ഫെയിലായി. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഈ സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഗോൾഡിൻ്റെ സ്റ്റാൻഡേർഡും എല്ലാം അങ്ങ് ഇടിഞ്ഞു. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഔട്ട്പുട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ പ്രശ്നമായി, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ വന്നു. അങ്ങനെ ട്രേഡൊക്കെ നശിച്ചു, അഗ്രികൾച്ചറൽ പ്രൈസ് കൊളാപ്സായി. പിന്നെ റൂറൽ ഏരിയാസിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാനൊക്കെ തുടങ്ങി. ഗവൺമെൻറ് എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ എക്കണോമിക് പോളിസീസ് ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. അദ്ദേഹം പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഫുൾ റിക്കവറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഫുൾ റിക്കവറി വന്നത് ഇതിനകത്തുനിന്ന്. അപ്പം ആ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുന്നൊരു കാര്യമായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. അതുപോലെ ലിറ്ററേച്ചറിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് റൈറ്റേഴ്സ് വർക്കിംഗ് ക്ലാസ് ലൈഫ് ഫോക്കസ് ചെയ്ത് എഴുതാൻ തുടങ്ങി. സർവൈവലിനും ഇൻജസ്റ്റിസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. റിയലിസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഗവൺമെൻറ് എന്ത് ചെയ്തു, റൈറ്റേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ് പ്രോഗ്രാംസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില റൈറ്റേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു. ലിറ്ററേച്ചർ പുവർ പീപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. നെക്സ്റ്റ് പോസ്റ്റ് വാർ ലിറ്ററേച്ചർ ആണ്. പോസ്റ്റ് വാർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേൾഡ് വാർ II ശേഷം, അതായത് 1945 ശേഷം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ വാറിന് ശേഷം എന്ന് പറയുമ്പോൾ ലിറ്റററി വർക്ക്സിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പെയിനും ഫിയറും സർവൈവലും ഇതൊക്കെയായിരിക്കും. ഒരു ലോൺലിനെസ്സിനെ കുറിച്ചും ഒക്കെ എഴുതാൻ തുടങ്ങി. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ റൈറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. ലിറ്ററേച്ചർ എന്താണ്, ഈ എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സ്റ്റൈലിലേക്ക് വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. പോസ്റ്റ് വാർ ലിറ്ററേച്ചർ രണ്ട് റൈറ്റേഴ്സ് JD സാലിംഗറും ആർതർ മില്ലറും. നെക്സ്റ്റ് ഇസ് അമേരിക്കൻ തിയേറ്റർ ആൻഡ് ബ്രോഡ്വേ. അപ്പം ബ്രോഡ്വേ എന്ന് പറയുന്നത് അമേരിക്കൻ തിയേറ്ററിൻ്റെ ഒരു സെൻറ്റർ. ഇതാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. ഡ്രാമയും മ്യൂസിക്കൽസും കോമഡീസും ഒക്കെ ഉള്ളതാണ് ബ്രോഡ്വേ. അപ്പോൾ മ്യൂസിക്കൽസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. തിയേറ്ററൊക്കെ അമേരിക്കൻ സൊസൈറ്റിയും കൾച്ചറിനെ കുറിച്ചുള്ള ഡ്രാമാസൊക്കെ ഇറക്കുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് സ്റ്റൈൽ വരുന്നു. ആൻഡ് ഓൾസോ ഒരു അതായത് അമേരിക്കൻ തിയേറ്റർ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്നു ബിക്കോസ് ഓഫ് ബ്രോഡ്വേ. ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ലാൻഡ്മാർക്ക് പ്ലേസ് ആണ് ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ തിയേറ്റർ ഡിസ്ട്രിക്റ്റ് എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം. ടൈം സ്ക്വയറിന് സെൻറ്റർ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. അമേരിക്കൻ കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയൊരു പിന്നക്കിൾ പോയിന്റ് ആണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത്. ഭയങ്കര വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള നാടകങ്ങളും മ്യൂസിക്കൽസും ഒക്കെയാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ദ ഗ്രേറ്റ് വൈറ്റ് വേ എന്നും ബ്രോഡ്വേ നമ്മൾ വിളിക്കാറുണ്ട്. ആ ഒരു മാൻഹട്ടൻ സ്ട്രീറ്റിലാണ് ഇത്. ഈ ഒരു പ്ലേസിനെ നമ്മൾ ബ്രോഡ്വേ എന്ന് വിളിക്കുന്നത്. പക്ഷേ നാടകങ്ങൾ മാത്രമല്ല, തിയേറ്റർ ഡിസ്ട്രിക്റ്റ് ആണ്. നാടകങ്ങളും ഫുള്ള് മ്യൂസിക്കൽസ് മാത്രമാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങളാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ ഫുൾ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നതാണ് ഈ അമേരിക്കൻ തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് പോയട്രി, ഫിക്ഷൻ ആൻഡ് ഡ്രാമയാണ്. പോയട്രി എക്സ്പെരിമെൻ്റലായിട്ട് മാറി, ഫ്രീ പോയട്രി ആയി. അതായത് ഫ്രീ വേഴ്സിൽ എഴുതാൻ തുടങ്ങി, റൈമും റിതമും മീറ്ററും ഒന്നും ഇല്ലാതെ. ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, നോവൽസ് ആണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ക്യാരക്ടേഴ്സും തീംസും വരാൻ തുടങ്ങി. ഡ്രാമയാണെന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടും കുറച്ച് സൊസൈറ്റി റിലേറ്റഡ് തീംസൊക്കെ വരാൻ തുടങ്ങി. പിന്നെന്താണ്, നോവൽസ് ഐഡൻറ്റിറ്റി ആൻഡ് സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതി. ഡ്രാമയാണെങ്കിൽ ഫാമിലിക്കും സോഷ്യൽ കോൺഫ്ലിക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതി. പിന്നെ അമേരിക്കൻ മൾട്ടി കൾച്ചറലിസം ആൻഡ് കണ്ടംപററി ലിറ്ററേച്ചറാണ്. അമേരിക്കൻ മൾട്ടി കൾച്ചറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
മോഡേൺ ലിറ്ററേച്ചറിനകത്ത് ഒരുപാട് കൾച്ചേഴ്സിനെ ഐഡൻറ്റിറ്റീസിനെ കുറിച്ചാണ് എഴുതുന്നത്. അതുപോലെ തന്നെ റൈറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്നിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്ന് എഴുതാൻ തുടങ്ങി. അപ്പം ഒരുപാട് തീംസും ജോണേഴ്സും വരാൻ തുടങ്ങി അമേരിക്കൻ ലിറ്ററേച്ചറിൽ. റേസ്, ജെൻഡർ ഇഷ്യൂസ്, മൈഗ്രേഷൻ, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ലിറ്ററേച്ചർ വോയിസ് കൊടുത്ത് എഴുതാൻ തുടങ്ങി. ടോണി മോറിസൺ ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററിയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ജുംബ ലാഹിരിയെ പോലുള്ള റൈറ്റേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ച്, ഇമിഗ്രൻ്റ് ലൈഫിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. പോസ്റ്റ് മോഡേൺ സ്റ്റൈലൊക്കെ വരാൻ തുടങ്ങി. ഗ്ലോബലൈസേഷനും ഒക്കെ വരാൻ തുടങ്ങി. ലിറ്ററേച്ചറിലൂടെ ഐഡൻറ്റിറ്റിയെയും ബിലോങ്ങിങ്ങിനെയും ഒക്കെ റൈറ്റേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് എഴുതാൻ തുടങ്ങി.